കുവൈറ്റ് പ്രോമെട്രിക് എക്സാമിന് ചോദിച്ച ഒരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചില പോരായ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തെടുത്ത് എഴുതിയപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഞാൻ അതിനെ ഒന്ന് കിട്ടിയപ്പോൾ ഈ ഒരു ഫോമിലായിരുന്നു, ഞാൻ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം ക്വസ്റ്റ്യൻ ഫസ്റ്റ്. A nurse manager is planning to conduct research in the field of nursing by collecting data from different published sources. Which of the following is the most appropriate database for this purpose? Cochrane, PubMed, CINAHL, Google Scholar. Okay. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു നഴ്സ് മാനേജർ ഒരു സ്റ്റഡി നടത്താൻ ആഗ്രഹിക്കുന്നു. നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അതിന് വേണ്ടിയിട്ട് ലിറ്ററേച്ചർ സെർച്ച് നടത്തണം. അപ്പം ഡിഫറെൻറ്റ് പബ്ലിഷ്ഡ് സോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യണം. ഓക്കെ, അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡേറ്റാബേസ്, ഓക്കെ, നഴ്സിംഗ് റിലേറ്റഡ് ലിറ്ററേച്ചർ കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പറ്റിയ ഡേറ്റാബേസ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ലിറ്ററേച്ചർ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് ഏതൊക്കെ പഠനം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു അറിവ് നമുക്ക് ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അത് ഇതുവരെ നടന്നിട്ടുള്ള പഠനങ്ങൾ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് റിവ്യൂ ചെയ്ത് അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ എന്ന് ചുരുക്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നഴ്സിംഗ് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് സെർച്ചിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, സിനാൾ. ഓക്കെ, പേര് തന്നെ ഉണ്ട്, ക്യുമുലേറ്റീവ് ഇൻഡെക്സ് ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ലിറ്ററേച്ചർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നഴ്സിംഗ് സ്പെസിഫിക് ആണ്. നഴ്സിംഗ് ബന്ധപ്പെട്ട പഠനങ്ങളുടെ സോഴ്സ്, ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിലേറ്റഡ് ലിറ്ററേച്ചർ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സിനാളാണ്. ബാക്കിയുള്ളതിലൊക്കെ കിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എടുത്തു പറഞ്ഞാൽ നമ്മുടെ കോക്രൈൻ, ഓക്കെ, സിസ്റ്റമാറ്റിക് റിവ്യൂസിൻ്റെയും പിന്നെന്താ പറയേണ്ട എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസിൻ്റെ ഒക്കെ സ്റ്റഡീസ് കിട്ടും. ഓക്കെ, പക്ഷേ നഴ്സിംഗ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ ബ്രോഡാണ് അത്. ഓക്കെ, അതുപോലെ തന്നെ പബ്മെഡ് എടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റഡീസിൻ്റെ ഒക്കെ സോഴ്സ് ആണ്, നഴ്സിംഗ് സ്പെസിഫിക് അല്ല. ഗൂഗിൾ സ്കോളർ എടുത്തു കഴിഞ്ഞാൽ അതൊരു ജനറൽ സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, സ്പെസിഫിക്കലി നമ്മുടെ എന്താ പറയുക നഴ്സിംഗ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആൻസർ നഴ്സിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ലിറ്ററേച്ചറിൻ്റെ സോഴ്സ് ആയിട്ട് എടുത്തു പറയാവുന്നത് സിനാളാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ DHA, ഹാദ്, MOH, പ്രോമെട്രിക്, എംഗ്ലക്സ് RN ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ നഴ്സിംഗ് പ്ലീസ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.